അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരാൻ പോവുകയാണ്. നോമ്പനുഷ്ഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. റമളാനിൻ്റെ നിലാവ് കണ്ടാൽ നോമ്പ് നിർബന്ധമാകും. ഇനി നിലാവ് കണ്ടിട്ടില്ല എങ്കിൽ ഷഅബാൻ 30 പൂർത്തിയാക്കിയതിൻ്റെ ശേഷം റമളാനിൻ്റെ നോമ്പ് നമുക്ക് നിർബന്ധമായി. ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത് മുജാഹിദുകളായ ആളുകൾ, സലഫികളായ ആളുകൾ റമളാൻ വരുന്നതിൻ്റെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഗോളശാസ്ത്രവും അവരുടെ കണക്കനുസരിച്ച് റമളാൻ ഇന്ന ദിവസമാണെന്ന് പ്രഖ്യാപിക്കുകയും പെരുന്നാൾ ഇന്ന ദിവസമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു പുതുപുത്തൻ വാദവുമാണ് അവരുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. അതിന് അവർ ഹിലാൽ കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഇസ്ലാം പഠിപ്പിച്ചതിനും മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യകണ്ഠേനയുള്ള തീർമാനത്തിനും വിരുദ്ധമായ നൂതന ആശയമാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് പല മൗലവിമാരും പല വഹാബികളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾ, ആദർശങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളത് വലിയ സന്തോഷകരമാണ്. കാരണം മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ പല ഭിന്നതകൾ അവരുമായി വരാൻ തുടങ്ങി. മാതൃഭൂമിയിൽ നോമ്പ് ഇന്ന ഒരു താരീഖിനാണെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ള പത്രത്തിൽ മറ്റൊരു താരീഖിനിക്ക് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ നിരീക്ഷണമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ സമുദായത്തിൻ്റെ ഇടയിൽ ഭിന്നതയും ഐക്യ തകർക്കലുമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മുജാഹിദുകളായ ആളുകൾ പോലും സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലേക്കും മടങ്ങി വന്നു എന്നുള്ളത് വലിയ ഒരു അത്ഭുതം തന്നെയാണ്. നിങ്ങൾ നോക്കുക, ഞാനിത് വെറുതെ പറഞ്ഞതല്ല. ഒരു മൗലവി പ്രസംഗിക്കുന്നത് നിങ്ങൾ കാണുക. അതിൻ്റെ ശേഷം ബാക്കിയുള്ള വിഷയം ഞാൻ പറയാം. എല്ലാ കാലത്തും എന്താണ് അഭിപ്രായ വ്യത്യാസങ്ങൾ തീരാത്തത് എന്ന് ചിലപ്പോൾ റമളാൻ വന്നാൽ മാസപ്പിറവിയുടെ വിവാദങ്ങൾ നമ്മൾ ഒരേ പത്രത്തിൽ രണ്ട് വ്യത്യസ്തമായ മാസപ്പിറവിയുടെ അറിയിപ്പുകൾ നമ്മൾ കാണുന്നു. അഭിപ്രായ ഭിന്നതകൾ ഒഴിവാക്കാനുള്ള ഏകമാർഗം നമുക്ക് തന്നിട്ടുള്ള പ്രമാണം ഖുർആനും അത് പറഞ്ഞതുപോലെ വ്യാഖ്യാന വ്യത്യാസങ്ങളില്ലാതെ മാത്രമേ പറ്റൂ. സുഹൃത്തുക്കളെ, കണക്ക് തെറ്റാതെയാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ നമ്മളോടുള്ള കൽപ്പന ആ മാസത്തിൽ ഈ മൗലവി തുറന്ന് സമ്മതിക്കുകയാണ്. സമുദായത്തിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലേക്ക് മടങ്ങുക തന്നെ വേണം. കണക്ക് കൊണ്ടോ ഗോളശാസ്ത്രം കൊണ്ടോ ഒന്നും അന്തിമമായി ഇവർ തീർമാനമെടുക്കാൻ കഴിയില്ല. കാരണം അതിലൊക്കെയും നിലാവ് കണ്ടതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് സൂമൂ ലി റുഅ്യതിഹി വഅഫ്തിറൂ ലി റുഅ്യതിഹി ഫഇൻ ഗുമ്മ അലൈക്കും ഫഅക്മിലൂ ഇദ്ദത ശഅബാന 30 എന്നുള്ള ആ സഹിയായ ഹദീസിൻ്റെ ആശയം തന്നെ നാം ഉൾക്കൊള്ളണം. നിലാവ് കണ്ടാൽ നോമ്പ് പിടിക്കുകയും നിലാവ് കണ്ടാൽ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യണമെന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം എങ്ങനെയാണ്? ആകാശത്തിൽ ഒരു പക്ഷേ നിലാവ് ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം. കണ്ടാൽ നോമ്പ് പിടിക്കണം എന്നുള്ളതാണ്. മറയിട്ടാൽ ഷഅബാൻ 30 പൂർത്തിയാക്കിയതിൻ്റെ ശേഷം വ്രതം അനുഷ്ഠിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലേക്ക് തന്നെ മടങ്ങണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് സർവ്വ ഫുഖഹാക്കളും പറഞ്ഞിട്ടുള്ളത്. വഇന്നമാ യജിബു, തീർച്ചയായിട്ടും നോമ്പ് നിർബന്ധമാകും. ബിഇക്മാലി ശഅബാന 30, ശഅബാൻ 30 ദിവസം പൂർത്തിയാക്കൽ കൊണ്ട്. ഔ റുഅ്യത്തുൽ ഹിലാലി ലൈലത്ത 30 മിൻഹു, അല്ലെങ്കിൽ ഷഅബാനിൻ്റെ 30-ാമത്തെ രാത്രി നിലാവ് കാണൽ കൊണ്ട് നോമ്പ് നിർബന്ധമാകും.
അതെനിക്ക് ഈ ഹദീസാണ് തുഹഫയിലും നിഹായയിലും ഒക്കെ ഇമാം നവവി റളിയല്ലാഹു അൻഹും ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് വളരെ വ്യക്തമായ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. ലി ഖബരി സുമൂ ലി റുഅയതിഹി വഅഫ്തിറൂ ലി റുഅയതിഹി എന്നുള്ള ഹദീസാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നിഹായിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, കണക്കനുസരിച്ച് അല്ലെങ്കിൽ നക്ഷത്ര കണക്കനുസരിച്ചിട്ടോ ചന്ദ്രകണക്കനുസരിച്ചിട്ടോ ഗോളശാസ്ത്രമായി ഇങ്ങനെ കണക്ക് നോക്കി പറയുക എന്നുള്ളത് അത് അംഗീകരിക്കാൻ പറ്റുകയില്ല. മുഗനിയിൽ പറയുന്നത് നോക്ക്, കാലഫി നിഹായത്തിൽ മുഹ്താജ്, നിഹായയിൽ പറയുന്നു വഫഹിമ മിൻ കലാമിഹി അന്നബവി, ഇമാം റളിയല്ലാഹുവിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നു അദമു ഉജൂബിഹി ബിഖൗലിൽ മുനജ്ജിം, നക്ഷത്ര കണക്കനുസരിച്ച് പറയുന്ന ആളുകളുടെ വാക്ക് അതനുസരിച്ച് നോമ്പ് നിർബന്ധമില്ല. വല്ലാ യജൂസു തഖ്ലീദുഹുമ, മാത്രമല്ല ഗോളശാസ്ത്രവും അതുപോലെ തന്നെ നക്ഷത്ര കണക്കനുസരിച്ച് പറയുന്ന ആളുകളുടെ വാക്കിനെ അംഗീകരിക്കൽ ജായിസല്ല. അതേപോലെ തന്നെ കാലഫി അസ്നൽ മത്താലിബ്, അസ്നൽ മത്താലിബിലും പറയുന്നുണ്ട് വലാ ഇബ്റത ബിൽ മുനജ്ജിം ഐ ബിഖൗലിഹി, നക്ഷത്ര കണക്കനുസരിച്ച് തീർമാനിക്കുന്നവൻ്റെ വാക്ക് അത് പരിഗണനയില്ല. വലാ യജുബു ബിഹി സൗമു, അതുകൊണ്ട് നോമ്പ് നിർബന്ധമില്ല. വലാ യജൂസു, നോമ്പ് ഒടിക്കൽ ജായിസുമല്ല, വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. കാലഫി തുഹഫയിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട് ലാ ഖൗലു മുനജ്ജിമിൻ, നക്ഷത്ര കണക്കനുസരിച്ച് പറയുന്നതിൻ്റെ വാക്കുകൊണ്ട് നോമ്പ് നിർബന്ധമില്ല. ആരാണ് മുനജ്ജിം എന്ന് പറഞ്ഞാൽ മയ്യഅ്തബിദുൻ നജ്മ, നക്ഷത്രത്തിൻ്റെ കണക്കനുസരിച്ച് പറയുന്ന ആളാണ്. ഹാസിബിൻ്റെ വാക്കുകൊണ്ടും നോമ്പ് നിർബന്ധമില്ല. വഹുവ മയ്യഅ്തബിദു മനാസിലൽ ഖമരി വ തഖ്ദീറ സൈരിഹി, ചന്ദ്രൻ്റെ റൂട്ടുകളും അതിൻ്റെ സഞ്ചാരങ്ങളും അനുസരിച്ച് പറയുന്ന ആളാണ്. അവൻ്റെ വാക്കും കൊണ്ടും നോമ്പ് നിർബന്ധമില്ല എന്ന് മാത്രമല്ല വലാ യജൂസു ലി അഹദിൻ തഖ്ലീദുഹുമാ, അവരുടെ ആ കണക്കനുസരിച്ച് പറയുന്ന ആളുകളുടെ വാക്കിനെ പിൻപറ്റൽ ഒരാൾക്കും ജായിസല്ല. തുഹഫയിൽ പറയുന്നുണ്ട്, വളരെ വ്യക്തമായ വിഷയമാണ്. അതുകൊണ്ട് ഉലമാക്കളൊക്കെയും പറഞ്ഞ ഒരു വിഷയത്തിനിക്ക് വിരുദ്ധമായി കൊണ്ടാണ് ഇവിടുത്തെ വഹാബികൾ കണക്കനുസരിച്ച് തീർമാനിക്കുന്നത്. വേണ്ട, മുജാഹിദിൻ്റെ നേതാവായ ഇബ്നു തൈമിയ്യ എന്താണ് പറയുന്നത്? ഇബ്നു തൈമിയ്യ പോലും ഈ കണക്കനുസരിച്ചിട്ട് നോമ്പ് പെരുന്നാൾ തീർമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മറിച്ച് നിലാവ് കണ്ടാൽ നോമ്പ് അനുഷ്ഠിക്കുക, നിലാവ് കണ്ടാൽ പെരുന്നാൾ ആഘോഷിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇബ്നു തൈമിയ്യ പോലും, അവരുടെ നേതാവായ ഇബ്നു തൈമിയ്യ പോലും പറയുന്നത്. ഇബ്നു തൈമിയ്യ എന്താ പറയുന്നത്? ലാ റൈബ അന്നഹു സബത ബിസ്സുന്നത്തി സ്വഹീഹ, സഹിയായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. വത്തിഫാക്കി സ്വഹാബാക്കരുടെ ഐക്യകണ്ഠേന കൊണ്ട് തീർമാനിച്ച് സ്ഥിരപ്പെട്ടതാണ്. അന്നഹു ലാ യജൂസുൽ ഇഅ്തിമാദു അലാ ഹസ് ഇസാബിൽ നുജൂം, നക്ഷത്ര കണക്കനുസരിച്ച് പറയുന്ന ആളുകളുമായി അവരുടെ അംഗീകരിക്കാൻ ജായിസല്ല എന്ന് വ്യക്തമായി തന്നെ ഇബ്നു തൈമിയ്യ പറയുന്നു. കമാ സബത അന്നു ഫി സ്വഹീഹി, സ്വഹീയായ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന ഉമ്മത്തുൻ ഉമ്മിയ, ഞങ്ങൾ ഉമ്മിയായ സമുദായമാണ്. ലാ നക്തുബു വലാ നഹ്സിബ്, ഞങ്ങൾ കണക്കനുസരിച്ചിട്ടോ അല്ലെങ്കിൽ എഴുത്തുകൊണ്ടോ തീർമാനിക്കുന്ന ആളുകളല്ല, ഞങ്ങൾ ഉമ്മിയാണ്. ശരിയായ വിധികാര്യങ്ങളെ കൊണ്ട് ഈ മറ്റേ കണക്കനുസരിച്ച് പറയാൻ ഞങ്ങൾ കഴിവുള്ളവരല്ല, ഞങ്ങൾ ഉമ്മിയായ സമുദായമാണ്. അതുകൊണ്ട് സൂമൂ ലി റുഅയതിഹി, നിലാവ് കണ്ടാൽ നോമ്പ് അനുഷ്ഠിക്കുക. വഅഫ്തിറൂ ലി റുഅയതിഹി, അങ്ങനെ നിലാവ് കണ്ടാൽ പെരുന്നാൾ ആഘോഷിക്കുക. ഇതാണ് വേണ്ടത്. വൽ മുഅ്തബദു അലൽ ഇസാബി ഫിൽ ഇഹ്ലാൽ, നിലാവിൻ്റെ കണക്കനുസരിച്ച് പറയുന്നത് കമാ അന്നഹു ളാല്ലും ഫി ശരിയ, ശരീഅത്തിൽ അത് പയച്ഛവാദമാണ്. മുബ്തദിഉൻ ഫി ദീൻ, ദീനിൽ അത് നൂതനാശയമാണ്. വഹുവ മുഖ്തിഉൻ ഫിൽ അഖ്ലി വ ഇൽമിൽ ഇസാബ്, ഇൽമിൽ ഇസാബിലും അഖ്ലിലും അവൻ പയച്ചവനാണ് എന്ന് ഇബ്നു തൈമിയ്യ തന്നെ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. മറ്റൊരു ഇബാറത്ത് ഇബ്നു തൈമിയ്യൻ്റെത് കാണാം. കാല ഇബ്നു തൈമിയ്യ പറയുന്നു ഇന്നൽ അഖ്ദ ബിൽ ഇസാബി ബിൽ കിതാബ്, എഴുത്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കണക്കനുസരിച്ച് കൊണ്ട് വിധി തീർമാനിക്കുന്നത് അത് സറഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞതാണ്. ബിനഫിയൻ ഉമ്മത്തിഹി, ആ റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിനെ തൊട്ട് അതിനെ നഫീ ചെയ്യൽ കൊണ്ടും നഹിയൻ അതിനെ തൊട്ട് വിരോധിച്ചിട്ടും വളരെ വ്യക്തമായി ഹദീസിൽ വന്നതാണ് എന്ന് ഇബ്നു തൈമിയ്യ തന്നെ പറയുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ നിലാവ് കണ്ടാൽ എന്താക്കുക? നോമ്പ് അനുഷ്ഠിക്കുക. നിലാവ് കണ്ടില്ലേ 30 പൂർത്തിയാക്കുക. നോക്കി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ
വിശദീകരിക്കുന്നവരെ ഹദീസ് കാണാം. അന്ന ഔറാബിയൻ, തീർച്ചയായിട്ടും ഔറാബിയായ ഒരു മനുഷ്യൻ, കുഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു സ്വഹാബി, ജാഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുത്തേക്ക് വന്നു. ഫഖാല, എന്നിട്ട് ആ സ്വഹാബി പറയുന്നു, റഅയ്തുൽ ഹിലാല, ഞാൻ റമളാനിൻ്റെ നോമ്പ് കണ്ടിട്ടുണ്ട് നബിയെ. ഖാല തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുള്ളാഹ്, നീ അള്ളാഹുവിനെ അംഗീകരിക്കുകയും മുഹമ്മദ് നബിയെ റസൂലാണെന്ന് അംഗീകരിക്കുകയും ഷഹാദത്ത് കലിമ ഉച്ചരിക്കുകയും